ഈ അപൂർവ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അവർ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കൃഷ്ണദാസ് എം.എൽ.എ, പിന്നെ എല്ലാവരുടെയും പേര് പറയാൻ PJ കുര്യൻ സാറിൻ്റെ പേര് പറയാതിരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഉൾപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരുമേ, ദേശവാസികളെ, ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ലോകപ്രശസ്തനായ മുഖ്യമന്ത്രി ഈ ലോകം വിട്ടിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതിനോടകം നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്നുള്ള പേര് എത്ര പ്രാവശ്യം ഉച്ചരിക്കപ്പെട്ടു എന്നൊന്നാ ചിന്തിക്കുക. ഇപ്പോൾ ഈ കേരളം മുഴുവനോ ഭാരതം മുഴുവനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള നമ്മുടെ ആളുകളൊക്കെ ആ പേര് എത്രയോ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവരുടെ നാവിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു പേരാണെന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ വൈദികനായിട്ട്, അതായത് അച്ഛനായിട്ട് 59 വർഷമായി. എനിക്ക് ഈ കിഴക്കൻ മലകളിലുള്ള പള്ളികളാണ് അഭിമന്യ തിരുമനസ് കൊണ്ട് നിയമിച്ചു തന്നത്. അതിലൊരു പള്ളിയാണ് വെച്ചൂച്ചിറ, പെരുന്തേനരുവിക്ക് സമീപമുള്ള വെച്ചൂച്ചിറ. 1980 ഞാൻ അവിടെ ചുമതലയേറ്റു. ആ കാലയളവിലാണ് പ്രിയപ്പെട്ട സാജുവിൻ്റെ കല്യാണം, തുരുത്തയൽ കുഞ്ഞിക്കുർ സാറിൻ്റെ മകൻ സാജുവിൻ്റെ കല്യാണം. ആ സമയത്ത് അഭിമന്യ യൗസേബി സിരിമേനിയാണ് കല്യാണം നടത്തുന്നത്. ഞാൻ അന്ന് അച്ഛനാണ്. തിരുമനസ് കൊണ്ട് വിവാഹം നടത്തുവാനായിട്ട് അവിടെ വന്നു. ഞാൻ അവിടുത്തെ വൈദികനായതുകൊണ്ട് അതിൻ്റെ ക്രമീകരണമെല്ലാം ചെയ്ത് അവിടെ വന്നു. അന്നാണ് ആ സാജുവിൻ്റെ കല്യാണ ദിവസമാണ് പ്രിയപ്പെട്ട നമുക്കേവർക്കും ആദരണീയനായ, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ആദരണീയനായ ഉമ്മൻചാണ്ടി ഒരു യൂത്തിൻ്റെ പ്രവർത്തകനായിട്ട് അവിടെ വന്ന് വിവാഹത്തിന് സന്നിഹിതനാണ്. ഒരു 40 വർഷം മുമ്പാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ, അതിനു മുമ്പ് അറിയാം, കോളേജ് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൊക്കെ അറിയാം. അന്ന് മുതലുള്ള അടുത്ത പരിചയം അത് ഇന്ന് വരെയുണ്ട്. ഇനിയും ഞാൻ മരിക്കുന്നത് വരെ അത് മറക്കത്തുമില്ല, ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു പേര്. അതാണ് ആദ്യത്തെ പരിചയം എനിക്ക് കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മെത്രാച്ചനായി സുൽത്താൻ ബത്തേരിയിൽ പോയി. അപ്പോഴും ഉമ്മൻചാണ്ടി സാർ ഇവിടെ വല്ലപ്പോഴും ഞാൻ ആഴ്ചയിലൊന്നോ 2 ആഴ്ചയിലൊന്നോ ഇവിടെ വരും. പത്തനംതിട്ട എൻ്റെ ബേസായതുകൊണ്ട് വരുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഞാൻ കണ്ണൂർ പോയിട്ട് തിരിച്ച് ഞാൻ പേരിയ ചുരം വഴി ഞാൻ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി സാർ ഒരു കേരള യാത്ര നടത്തി വരുന്നത്. ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല അന്ന് അതുവഴി വരുമെന്നൊന്നും. പക്ഷെ ഞാൻ എൻ്റെ കാറ് ഇങ്ങനെ അങ്ങോട്ട് ചുരം കയറി വരുന്നു. പെരിയ ചുരമല്ല, താമരശ്ശേരി ചുരമല്ല, അവിടെ ഒരു വളവിന് വന്നപ്പോൾ സാറിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നു. എന്നെ കണ്ട ഉടനെ തന്നെ അവിടെ കാറ് നിർത്തി. അവിടെ ഒരു വിജന പ്രദേശമാണ്, 2 വശമൊക്കെ താഴ്വര ഇങ്ങനെ ഉയർന്ന പ്രദേശം. അവിടെ നിർത്തി കുറേ സമയം സംസാരിച്ചു. അപ്പോഴത്തേക്ക് ആരോ കണ്ട് ഓടി വന്ന് വലിയൊരു ആൾക്കൂട്ടം അവിടെയായി. അതാണ് രണ്ടാമത്തെ ഒരു മറക്കാത്ത അനുഭവം. കേരള യാത്ര നടത്തുമ്പോൾ ഞാൻ യാദൃശ്യമായി യാത്ര ചെയ്യുന്നിടത്ത് വന്ന് നിർത്തി സംസാരിച്ചു. പോകട്ടെ. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട PJ കുര്യൻ സാർ പറഞ്ഞതുപോലെ ജനസമ്പർക്കം, മാക്കാങ്കുന്ന് പള്ളിയിൽ വെച്ചൊരു ജനസമ്പർക്കം നടന്നു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും, ഞാനിവിടെ മെത്രാച്ചനായ സമയമാണ്, മാക്കാങ്കുന്ന് പള്ളിയിലെ ഒരു മുറിയിൽ ഇങ്ങനെ ആൾക്കൂട്ടം ഇങ്ങനെ വന്ന് മൂടി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും സാറിനൊരു അനുമോദനം പറയാനായിട്ട്, ഒരു ആശംസ പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചു. രാവിലെ ശ്രമിച്ച് നോക്കി ഒക്കുന്നില്ല, ഉച്ചയായിട്ട് ഒക്കുന്നില്ല, അടുക്കാനൊക്കുന്നില്ല. എങ്കിലും പലരും നിർബന്ധിച്ച് ഞാൻ പെട്ടെന്ന് ചെന്ന് സാറേ ഒന്ന് കൈ തട്ടിയിട്ട്, സാർ 1 മിനിറ്റ് ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കുകയില്ല. അത് അന്ന് രാത്രി 3:30 മണി വരെ ആ ജനസമ്പർക്ക പരിപാടി നടന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞ അനുഭവമുള്ളതാണ്. അതാണ് വേറൊരു അനുഭവം. പിന്നെ ഒത്തിരിയേറെ അനുഭവങ്ങൾ.
ഞങ്ങളൊക്കെ അച്ഛനും മെത്രാച്ചനും ഒക്കെ ആയതുകൊണ്ട് പുതുപ്പള്ളി പള്ളിയിലോ പാമ്പാടി ദേറായിലോ അതുപോലെ ഞങ്ങൾ എവിടെയെങ്കിലും ശുശ്രൂഷ നടത്തുന്നതിനാൽ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ ഞങ്ങൾ ആരാധന നടത്തുമ്പോൾ അദ്ദേഹം വരുന്നതെങ്ങനെങ്കിലും ഞങ്ങൾ അറിയും. ഒരു കസേര ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇരിക്കാതെ താഴെ സാറ് മുണ്ട് ഇങ്ങനെ വെച്ച് വളരെ ഭക്തിയോടുകൂടി ഇരിക്കുന്ന ഒരിക്കലും മറക്കത്തില്ല. ദൈവസന്നിധിയിൽ ഒരു കസേരയിലിരിക്കാതെ അങ്ങനെ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മൻചാണ്ടി സാറ് പോട്ടെ. അങ്ങനെ ഒത്തിരിയേറെ ശ്രമം. പിന്നെ എനിക്കൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സഭാപരമായ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഒരു കോളേജിൻ്റെ പ്രശ്നം വന്നു. സുൽത്താൻ ബത്തേരി കോളേജ് തന്നെയാണ്. ബഹുമാനപ്പെട്ട നൂർനാലച്ചന് സെക്രട്ടറി ആയിരിക്കുന്ന കോളേജിൻ്റെ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ വസ്തുവിൻ്റെ പ്രശ്നം, ആദിവാസികളുടെ പ്രശ്നം, അതിൻ്റെ പ്രശ്നം 40 ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ MLA ആയിരുന്നു, പിന്നെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ പ്രശ്നം ഇങ്ങനെ വർഷങ്ങളോളം കിടന്നു. ഞാൻ കോടതിയിലെ അതിൻ്റെ വിവരങ്ങൾ അറിയാവുന്ന ഒരാളുമായിട്ട് ചെല്ലാനായിട്ട് ക്രമീകരിച്ചു. സുൽത്താൻ ബത്തേരി യാത്ര ചെയ്ത് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതി ചെല്ലുമ്പോൾ പറമ്പും മുറ്റം മുഴുവൻ ആൾ. ഞാൻ വരുന്നു എന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എനിക്ക് പുറകിലത്തെ വാതിൽ തുറന്നു തരും. അതിനകത്ത് കയറി സുൽത്താൻ ബത്തേരി നിന്ന് വരികയായതുകൊണ്ട് എൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലുള്ള സ്റ്റാഫ് ഉൾപ്പെടെ അവരെ എല്ലാം വിളിച്ച് ഇന്ന സമയത്ത് ഇന്നാര് വരും, കാര്യങ്ങൾ സാധിക്കണം. അങ്ങനെ അത് സാധിച്ചു. ഒരു ദിവസം അതിൻ്റെ ഓർഡറായി കഴിഞ്ഞപ്പോൾ ഞാൻ മസ്കറ്റിലായിരുന്നു. എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു 9 മണിക്ക് ഇതിൻ്റെ പേപ്പർ കിട്ടും, പുതുപ്പള്ളി ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്തു നിന്ന് അതിവേഗം വന്ന് പുതുപ്പള്ളി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു. ശവക്കോട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അടുത്ത് കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചു. പേപ്പർ എൻ്റെ കൈവശം തന്നു. ഒക്കെ ഒത്തിരി 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 അനുഭവങ്ങൾ പോകട്ടെ. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കുമ്പോൾ അതുപോലെ അനേകം പ്രശ്നങ്ങളുണ്ട്. ഈ കോളേജിലെ പ്രശ്നങ്ങൾ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു PC യോഹന്നാൻ റമ്പാച്ചനുണ്ടായിരുന്നു. റമ്പാച്ചനെ വിളിച്ചു, പാമ്പാടി ദേറ. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പാമ്പാടിയിൽ വിശ്രമിച്ചാൽ മതി, ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞ് വരുന്നു, ഞാൻ പാമ്പാടി ദേറായിൽ വന്നിട്ട് തിരുമേനിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. ഇത്രയും താമസിച്ചു. ഞങ്ങൾ റമ്പാച്ചനുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഇവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെല്ലാം കുറിച്ച് തന്നു. ഇന്നതിന്ന പോലെ ചെയ്യണം. അതാർക്കും ഒരു പക്ഷാഭേദം തോന്നാത്ത വിധത്തിൽ കേരളത്തിലെ എല്ലാ കോളേജുകളിലും കൊടുക്കുന്ന വിധത്തിൽ അത് ആ വിധത്തിൽ തീരുമാനമായി കൊടുത്ത് അങ്ങനെ നീതിപൂർവം ഭരിച്ച് നീതിമാനായി ദൈവസേനയിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഈ ലോകത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം അനുവദിച്ച ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്ന ഈ അവസരത്തിൽ ഒരു ജീവിതം കൊടുത്ത് 79 വയസ്സ് ആ ആയുസ് കൊടുത്ത് ഇതുപോലെ ജനത്തെ എൻ്റെ ജനമെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ തക്കവണ്ണം ഉമ്മൻചാണ്ടി സാറിന് ധൈര്യം കൊടുത്ത ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തിരിച്ച് ഈ ലോക ജനത മുഴുവൻ എൻ്റെ ഉമ്മൻചാണ്ടി സാറെന്നല്ലെങ്കിൽ എന്ന് പറയുവാൻ തക്കവണ്ണം അവരും അവരുടെ അവസ്ഥയിലായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ നീതിമാൻ പുണ്യവാൻ യേശുക്രിസ്തു കാണിച്ച മാതൃക സാറൊക്കെ ഓർമ്മിപ്പിച്ചാണ്. അവൻ നന്മ ചെയ്തുകൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. ഹി വെൻ്റ് അബൌട്ട് ഡൂയിങ് ഗുഡ് ആൻഡ് ഗുഡ് ഒള്ളി. നന്മ മാത്രം ചെയ്തു. നമ്മൾ മനുഷ്യരെ നന്മയും തിന്മയും ഇഷ്ടം പോലെ ചെയ്യും, തിന്മയാണ് കൂടുതലും. പക്ഷേ ഉമ്മൻചാണ്ടി സാർ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം നന്മ മാത്രം ചെയ്തുകൊണ്ട്, നന്മ ജനത്തിന് ചെയ്തുകൊണ്ട്, നല്ലവനെന്നും നീതിമാനെന്നും വിശ്വസ്തനും കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനും അധികത്തിന്മേൽ അധികാരിയാകും, സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആ സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസം അതാണ്. നിങ്ങളുടെ ഇടയിൽ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ആരെക്കുറിച്ചെന്നുള്ളതുകൊണ്ടാണ്. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരും
പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഏവർക്കും എൻ്റെ സ്നേഹമെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുന്നു.